ഹായ് മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 എക്കണോമിക്സിൽ നിന്നും മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും ഓൺ എക്സാമിലേക്ക് നിങ്ങൾ ഏതൊക്കെ പ്രോബ്ലം പഠിക്കണം എന്നുള്ളതാണ്. തിയറി സെപ്പറേറ്റ് ചെയ്യാം, പ്രോബ്ലം ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ചിലർ പറഞ്ഞു ചില സ്കൂളിൽ മാക്രോ എക്കണോമിക്സ് തീരെ എടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ വിഷമിക്കേണ്ട, അല്ലെങ്കിൽ അത് വറീഡ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് എവിടെ വരെയാണ് എടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാം. നോർമലി ഉള്ള പാറ്റേൺ നമ്മൾ പറഞ്ഞത് സിലബസ് അനുസരിച്ചിട്ട്, സ്കീം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൈക്രോയിൽ നിന്ന് 3ഉം മാക്രോയിൽ ആദ്യത്തെ 2 പാഠമാണ് ശരിക്കും ഓൺ എക്സാമിന് ഉണ്ടാവേണ്ടത്. ചില ടീച്ചേഴ്സ് അവിടെ വരെ എടുത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെടുത്ത പോർഷൻ വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുക. നിങ്ങൾ ടീച്ചറോട് ചോദിച്ച് ക്ലിയർ ആക്കണം കേട്ടോ. നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് +2 എന്ന് അയച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. സോ ഇവിടെ +2 എക്കണോമിക്സിൽ ഓൾ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. വളരെ കുറച്ച് പ്രോബ്ലം നമുക്ക് പഠിക്കാനുള്ളൂ, വളരെ കുറച്ച് ചാപ്റ്റേഴ്സും ഉള്ളത് കൊണ്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ തിയറിയൊക്കെ ഒന്ന് പഠിച്ച് റെഡി ആയിരിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആൻസേഴ്സ് ചെയ്യാം. സോ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലം, അല്ലെങ്കിൽ ഇതിലെ ചില പ്രോബ്ലം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അപ്പോൾ അത് ഏതാണെന്ന് പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. കാരണം നമുക്കിതിൽ വളരെ കുറച്ച് പ്രോബ്ലമേ പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാ ഉള്ള പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ മൈക്രോ എക്കണോമിക്സിലെ 2ാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, കൺസംഷൻ ബണ്ടിൽസിലുള്ള ബഡ്ജറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും സ്ലോപ്പും കാണാനും ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും ഒരു പ്രോബ്ലം 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ഡിമാൻഡ് ഷെഡ്യൂളൊക്കെ വരച്ച് എങ്ങനെ ഡിമാൻഡ് കർവ് വരയ്ക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ. അതിന് 2 ഇക്വേഷൻ ഉണ്ട്, 2 വെച്ചിട്ടുള്ള പ്രോബ്ലം പഠിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊരു 8 മാർക്കിന്റെ പ്രോബ്ലം ആണ്. TC, TFC, TVC തന്നിട്ട് TC, AFC, AVC, SSC, SMC കാണുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പിന്നെ പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിൽ നിന്നാണ്. മാക്രോ എക്കണോമിക്സിലെ 2ാമത്തെ പാഠമായിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലെ GDP നമുക്ക് പല രീതിയിൽ കാണാവുന്ന ക്വസ്റ്റ്യൻ വരാം. GDP പല മെത്തേഡിൽ നിന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡിന്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഞാനിവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പേഴ്സണൽ ഇൻകം കാണാനും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാണാനും ഉള്ള ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് GDP ഡിഫ്ലേറ്റർ കാണാനും എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. സോ ഇതാണ് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് എക്സാമിലേക്ക് ഇത്രയും പ്രോബ്ലം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത് വെൽ ക്ലിയർ ആയിട്ട് നിങ്ങളെ നമ്മൾ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.